ഹായ്, വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ ഏജിങ് ഗ്രേസ്ഫുള്ളി നമ്മൾ പ്രായമായി പോകുന്നത് ഈ പെട്ടെന്നാകുന്നതിന് പകരം നമുക്ക് സ്ലോലി അതായത് നമുക്ക് ഏജിനെ കുറച്ച് വർഷത്തേക്കെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും പ്രോജക്ട്സുകളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിവിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് സ്റ്റഡി ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അത് ഈ ഹെക്ടർ ഗാർഷിയയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ജേണൽ ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ സൈക്കോളജി, അവരുടെ ഒരു ജേണലിനകത്ത് യങ് അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏജ് ആവുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി ഇൻ ദ ജേണൽ ഓഫ് ഏജിങ് ആൻഡ് ഹെൽത്ത്, അവിടെ മെയിൻറ്റെയിനിങ് കോഗ്നിറ്റീവ് എൻഗേജ്മെൻറ്റ്, വളരെ കാര്യമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള വർക്ക്, അല്ലെങ്കിൽ പ്ലേയിങ് ഗെയിംസ്, ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഡിക്ലൈനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിന്നെ ഏജിങ് ഗ്രേസ്ഫുള്ളി ആൻഡ് സ്റ്റേയിങ് യങ് അറ്റ് ഹാർട്ട്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മളതിനകത്ത് നോക്കുമ്പം നമുക്ക് ദീർഘനാൾ നമ്മൾ യൂത്ത്ഫുള്ളായിട്ട് തന്നെ ജീവിക്കണമെങ്കിൽ എംബറേസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, എപ്പോഴും ഒരു ഓപ്റ്റിമിസത്തിൽ തന്നെ, ലൈഫിൻ്റെ എല്ലാം നല്ല സൈഡുകൾ തന്നെ നമ്മൾ നോക്കി അതിലേക്ക് മനസ്സിനെ തിരിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക. എപ്പോഴും രണ്ടാമതായിട്ട് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയും റെഗുലറായിട്ട് അതിനെക്കുറിച്ച് ഓർക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത് സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്, എപ്പോഴും നമ്മൾ വളരെ ആക്റ്റീവായിട്ട്, റെഗുലർ എക്സസൈസ്, അതുപോലെ തന്നെ പ്രൊമോട്ട് ഓവറോൾ ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി. അതേപോലെ മറ്റൊന്നാണ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ഡയറ്റ്. ഡയറ്റിനെ കുറിച്ച് മറ്റ് വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പം ഓരോ 15 മിനിറ്റ് അരമണിക്കൂറിലും കുറേശ്ശെ മാത്രമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 3-3.5 ലിറ്റർ വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക. അപ്പോൾ അത് നമ്മൾ ഈ ഫാസ്റ്റായിട്ട് ഏജിനെ നമ്മൾ ഇത് ചെയ്യും. പിന്നെ ആഡിക്വേറ്റായിട്ട് ഉറങ്ങുക, നല്ലതുപോലെ ഉറങ്ങുക. അതുപോലെ തന്നെ നമ്മൾ മാനേജ് അവർ സ്ട്രെസ് റെഡ്യൂസിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നമ്മുടെ ഒരു, ഇല്ലെങ്കിൽ എക്സസൈസ്, ഇതൊക്കെ ഒരു റൊട്ടീനാക്കി മാറ്റുക. പിന്നെ മറ്റൊന്ന് നമുക്ക് യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് കൾട്ടിവേറ്റ് സ്ട്രോങ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ, നല്ല ഇൻറ്റിമസി, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കീപ്പ് ലേണിംഗ്, പുതിയ പുതിയ കാര്യങ്ങൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. മൈൻഡിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക, പുതിയ സ്കില്ലുകൾ, നോളജും അക്യൂർ ചെയ്ത് ഹോബി ഒക്കെ ആകാം. പിന്നെ സ്റ്റേ സോഷ്യലി ആക്റ്റീവ്, നമ്മൾ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത് എപ്പോഴും കണക്റ്റഡ് വിത്ത് അതർ പീപ്പിൾ, ലാഫ് ഓഫൺ, കൂടെ നമ്മൾ പൊട്ടിച്ചിരിക്കാനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊരു എവരിഡേ കമ്പൽസീവായിട്ട് ചെയ്താൽ പോലും ഡീസ്ട്രെസ് ചെയ്യും, മൂഡ് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ലൈഫിലെ നല്ല എക്സ്പീരിയൻസ് ആയി വർക്കുക. ലിമിറ്റ് ഓർ അവോയ്ഡ് ആൽക്കഹോൾ കൺസംഷൻ. അതുപോലെ തന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ക്വിറ്റ് സ്മോക്കിംഗ്. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് യുവർ സ്കിൻ കെയറിനായിട്ട് അതിന് തന്നെ നമ്മളൊരു വീഡിയോ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാനായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റീസർച്ച് തീർന്നു കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ തരാം. അതുപോലെ തന്നെ ഡ്രസ്സ്, അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഫീൽ ഗുഡായിട്ട്, സ്വയം ഫീൽ ഗുഡായിട്ട് ഡ്രസ്സ് തരിക. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത്. പ്രയോറിറ്റൈസ് സെൽഫ് കെയർ, ദാറ്റ് വിൽ മേക്ക് യു യങ്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും റീജുവനേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഒരു സെൻസ് ഓഫ് പർപ്പസിൽ നമ്മളെപ്പോഴും ജീവിക്കണം.
ആൻഡ് നമുക്കൊരു മീനിങ് ഫുൾ ലൈഫ് തരാൻ പറ്റിയ ആക്ടിവിറ്റീസിൽ നമ്മൾ വ്യാപൃതരായിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ്. ഇപ്പോൾ ഐഡിയൽ വെയ്റ്റ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാനായിട്ട് വെയ്റ്റിന് വേണ്ടി തന്നെ ഞാനൊരു യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ലേണിംഗ് തന്നെ ഇപ്പോൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്ട്ലി യു ക്യാൻ ഹാവ് ഇറ്റ്. അതിന് പ്രാക്ടീസ് ഗുഡ് പോസ്ചർ. അപ്പോൾ ഇരിക്കുന്നതാണെങ്കിലും നിൽക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയുണ്ട്. പിന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്കപ്പ്സ്, സ്ക്രീനിങ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ചലഞ്ച് യുവർ സെൽഫ് മെൻ്റലി. അപ്പോൾ നമ്മൾ മെൻ്റൽ ആക്ടിവിറ്റീസിൽ സ്റ്റിമുലേറ്റ് അവർ ബ്രെയിൻ. അതേപോലെ തന്നെ നമ്മൾ ചേഞ്ച് എല്ലാ ദിവസവും പുതിയ പുതിയ ചേഞ്ചസും ചാലഞ്ചസും ഉൾക്കൊണ്ടുകൊണ്ട് പോവുക. ഫ്ലെക്സിബിൾ മൈൻഡ്. പിന്നെ നമ്മൾ പല കാര്യത്തിനും വോളണ്ടിയർ. നമ്മൾ സന്നദ്ധമായിട്ട് ഇറങ്ങുക, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക, സെൻസ് ഓഫ് പർപ്പസുമായിട്ട്. ദെൻ പ്രാക്ടീസ് ഫോർഗീവ്നെസ്. ഉള്ളിൽ നിന്നും നമ്മൾ ലെറ്റ് ഗോ ഓഫ് ഓൾ ദ ഗ്രഡ്ജസ് ആൻഡ് പ്രൊമോട്ട് ഇമോഷണൽ വെൽബീങ്. പിന്നെ അതുപോലെ ടേക്ക് ബ്രേക്ക്. നമുക്ക് റെസ്റ്റ് എടുക്കാനും റീചാർജ് ചെയ്യാനും. പിന്നെ പല കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വരുമ്പോൾ നോ 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 നമുക്ക് പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മുടെ ടൈം പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൈം, നമുക്ക് കൂടുതൽ എനർജി വേണ്ട ടൈം. പിന്നെ നമുക്ക് ഡെവലപ്പ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം. ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഒരുപാട് മെത്തേഡുണ്ട്. അതിനുവേണ്ടി നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫോസ്റ്റർ സെൻസ് ഓഫ് അഡ്വഞ്ചർ. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റെപ്പ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. കൂടെ നമ്മൾ കംഫർട്ട് സോണിന് പുറത്ത് പോകണം. പിന്നെ നമ്മൾ മെഡിക്കൽ അപ്പോയിൻമെൻ്റ് ഒക്കെ കൃത്യമായിട്ട് റെഗുലർ ചെക്കപ്പ്സ്. എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ തന്നെ എയർലി ഡിറ്റക്ഷൻ, ക്രൂഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ട്, എയർലി ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ ഇറ്റ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും, ഈവൻ 99% ക്യാൻസർ ക്യൂറബിളാണ്, ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മെഡിക്കൽ സയൻസ് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇനി ഒരു 5 മുതൽ 8 വർഷം കൊണ്ട് നമ്മുടെ ലോഞ്ചിവിറ്റി നമ്മൾ 100ലേക്ക് ടച്ച് ചെയ്യാൻ പോകുമായിരിക്കും. കോമൺ, നമ്മളെല്ലാം സെൻറ്റിനേറിയൻസ് എന്നാണ് ഇതിനെ വിളിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്കെപ്പോഴും സ്റ്റേ ക്യൂരിയസ്, ജിജ്ഞാസുവായി ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഡെൻ്റൽ ഹൈജീൻ, പല്ലുകളൊക്കെ ഉണ്ടായിരിക്കുക. നമ്മുടെ ഓറൽ ഹെൽത്ത്, ടെക്നോളജി, ലോകമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് നമുക്ക് എപ്പോഴും ഉണ്ടാകുക. നല്ല യു ക്യാൻ ചൂസ് റിലേഷൻഷിപ്പ് ആൻഡ് അപ്ലിഫ്റ്റ് ആൻഡ് ഇൻസ്പയർ യു ആൻഡ് സ്റ്റേ ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ എപ്പോഴും. അപ്പോൾ മാനേജ് യുവർ ഫിനാൻസസ് വൈസ്ലി. ഇതിനകത്തൊരു ഭയങ്കര വിസ്ഡം ഉണ്ട്. നമുക്കൊരു 70 ഏജ് മുതൽ 100 ഏജ് മുതൽ വരെ, ഇപ്പോൾ ഏറെക്കുറെ ഒരു 30 ഇയേഴ്സ് നിങ്ങളൊരു ജോലിയും ചെയ്തില്ലെങ്കിലും പാസീവ് ഇൻകത്തിനുള്ള കാര്യം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? പാസീവ് ഇൻകം എന്ന് പറഞ്ഞപ്പോൾ ഒരു പണിയെടുക്കാതെ റെഗുലറായിട്ട് നമുക്ക് വരുമാനം വരാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? മസ്റ്റായിട്ടും ചിന്തിക്കണം. ഞാൻ ഇതിനു വേണ്ടി ഒരു ക്ലാസ് തന്നെ വെക്കാനായിട്ട് ഇങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്ത് പകുതി കൂടുതലും പഠിച്ചൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു ഒരു സർവീസ് വഴി ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഞാൻ ഏതാണ്ട് 26 വയസ്സിലത് ചിന്തിച്ചു, ഞാൻ 28 വയസ്സിലത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വളരെ ചുരുങ്ങിയ തുകയ്ക്ക് എനിക്കൊരു 60 to 100 എപ്പോഴും എനിക്കൊരു 1 ലാഖെങ്കിലും മിനിമം മന്ത്ലി കിട്ടുന്ന രീതിയിൽ ഞാനതിനെ സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേ തുടങ്ങിയത് കൊണ്ട് എനിക്ക് വളരെ ഒരുപാട് പേരെ കൊണ്ട് ആ ഒരു പ്ലാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതിന് അവസാനം കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ പ്രോഗ്രാംസൊക്കെ എങ്ങനെയാണ്, നേരത്തെ അനൗൺസ് ചെയ്യത്തില്ല, നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ട് രജിസ്ട്രേഷൻ എടുത്ത് സഫീഷ്യൻ്റ് ആയി കഴിയുമ്പോഴായിരിക്കും പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത്. കാരണം അല്ലാതെ അനൗൺസ് ചെയ്താൽ പലരും അറിഞ്ഞു എന്ന് വരത്തില്ല. അപ്പോൾ സോ യു ക്യാൻ ബുക്ക് ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. പിന്നെ അതുപോലെ തന്നെ എൻവയറമെൻ്റലി കോൺഷ്യസ് ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തിയർ പ്ലാനറ്റ് ആയിരിക്കണം നമ്മൾ ജനറേഷൻസിന് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഇടയ്ക്കൊക്കെ നമ്മൾ സ്ക്രീനിൽ നിന്നും ബ്രേക്ക് എടുക്കുക, ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് എപ്പോഴും ഉപയോഗിക്കരുത്. പിന്നെ ഹാൻഡ് ഹൈജീന്, പിന്നെ ജെയിംസ് ഒന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് എപ്പോഴും. പിന്നെ നമ്മൾ ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യുക, ലാഫ്റ്റർ ടൈം കൂട്ടുക, ഐ കെയർ കൂടുതലെടുക്കുക,
അതിന് വേണ്ടുന്ന ചെക്കപ്സ് ഒക്കെ ചെയ്യുക, വിഷൻ ചെക്കപ്സ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഏജിനെ യൂത്ത്ഫുള്ളായിട്ട് തന്നെ വീണ്ടും ആൻഡ് ഏത് ഏജിലും നമ്മൾ യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഹെൽത്ത് അവെയർനെസ് ആൻഡ് വെൽനെസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റേ കണക്റ്റഡ് വിത്ത് നേച്ചർ, ഇടയ്ക്ക് ഹോളിഡേക്ക് എടുക്കുക, റീജുവിനേറ്റ് ചെയ്യാനുള്ള യാത്ര, നിങ്ങളുടെ സ്പിരിറ്റിനെ അവൈക്കൻ ചെയ്തുകൊണ്ടിരിക്കുക, ടൈം നന്നായിട്ട് മാനേജ് ചെയ്യുക, എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുക. യാത്രകളും നമ്മുടെ എല്ലാ സ്കെഡ്യൂൾസും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്, അപ്പോൾ നമുക്ക് ടെൻഷൻ ഒത്തിരി കുറഞ്ഞിരിക്കും. ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പോൾ നാളെ ഒരു യാത്രയുണ്ട്, ഇന്നേ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വീക്കെൻഡ് ഒരു യാത്രയുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ ബാലൻസ് വർക്ക് ആൻഡ് ലീഷറൊക്കെ നമുക്ക് വളരെ അതിൻ്റെ വലിയ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇനി സ്കിൻ കെയർ ഇതിനകത്തൊരു അജണ്ടയായിട്ട് എടുക്കണം. യൂത്ത്ഫുൾ അപ്പിയറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ എക്സ്പ്രസ് യുവർ സെൽഫ് ക്രിയേറ്റീവ്ലി, നമുക്ക് പല കാര്യവും അടുത്ത ജനറേഷന് പറിച്ചു കൊടുക്കാനായിട്ട് സെൽഫ് എക്സ്പ്രഷൻസ് വരണം. അതിൻ്റെ ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, ബ്രോഡൻ അവർ പെർസ്പെക്റ്റീവ്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ മുഴുവൻ ഇൻ മോഡറേഷനിലായിരിക്കണം. റിസീലിയൻസ്, ഇടയ്ക്കൊക്കെ സെറ്റ് ബാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫോസ്റ്റർ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൊക്കെ നമുക്ക് ഉണ്ടാകുക. പിന്നെ സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്, നമുക്ക് എന്ത് ചെറിയതാണെങ്കിൽ പോലും അക്നോളജ് ഇറ്റ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഗോൾസ് മാത്രം സെറ്റ് ചെയ്യുക, അച്ചീവബിളായിട്ട് സ്മാർട്ട് ഗോൾസ്, മൈൻഡ്ഫുള്ളായിട്ട് എപ്പോഴും ജീവിക്കുക. പിന്നെ എപ്പോഴും ലേൺ ടു ഡെലിഗേറ്റ്സ്, മറ്റുള്ളവർക്കൂടെ ജോലി കൊടുക്കുക, അവരും കൂടെ ജീവിക്കട്ടെ. കൂടുതൽ ജോലി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക. പോസിറ്റീവ് ആൾക്കാർ നമ്മുടെ ചുറ്റും എപ്പോഴും വേണം. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കണം. ബ്രെയിൻ എക്സസൈസ് ചെയ്യണം. ചാലഞ്ച് യുവർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് റെഗുലർലി. ടേക്ക് വെക്കേഷൻസ് ആൻഡ് ഹോളിഡേയിങ്, ഒക്കേഷണൽ ബ്രേക്ക്. പിന്നെ ഒരു ഗുഡ് ലിസണർ ആയിരിക്കുക, മീനിങ് ഫുൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. നമ്മുടെ റീകിൻഡിൽ യുവർ സെൽഫ്. അതുപോലെ കൈൻഡ് ടു യുവർ സെൽഫ്, മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിരിക്കാം. റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് എവറി ഡേ. പിന്നെ നമ്മൾ അറ്റൻഡ് കൾച്ചറൽ ഈവൻറ്റ്സിൽ നമ്മൾ പങ്കുചേരാം. പിന്നെ കീപ്പ് അപ്പ് വിത്ത് ടെക്നോളജി ട്രെൻഡ്സ് നമുക്ക് ഉപയോഗിക്കാം. സ്ട്രോങ് സെൻസ് ഓഫ് എത്തിക്സ് ആൻഡ് വാല്യൂസ് ലൈഫിൽ കീപ്പ് ചെയ്യാം. മറ്റുള്ളവർക്ക് റോൾ മോഡലായിട്ട് തന്നെ ഇരിക്കാം. ഫൈൻഡ് ജോയ് ഇൻ ഫാസിനേഷൻസ്, വണ്ടേഴ്സ് ഇൻ ലൈഫ്, വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ കൾട്ടിവേറ്റിംഗ് ഇമോഷണൽ ഇൻ്റലിജൻസ്, സ്റ്റേ ഓർഗനൈസ്ഡ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ബിലീവ് ഇൻ യു, നിങ്ങളിൽ നല്ല വിശ്വാസം ഉണ്ടാകുക. പിന്നെ ലേൺ ന്യൂ ടെക്നോളജീസ് എപ്പോഴും. ലൈഫ് ലോങ് ലേണിംഗ് നമുക്കുണ്ടായിരിക്കുക. അതിന് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പാൻഡ് യുവർ നോളജ്, പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ എല്ലാ ദിവസവും വരിക. ഫിസിക്കലി ആൻഡ് മെൻ്റലി ആക്റ്റീവ് ആൻഡ് ഫിറ്റ്. പിന്നെ സെറ്റ് ബൗണ്ടറീസ്, എല്ലാവർക്കും നമ്മൾ വറി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അഡ്വഞ്ചേഴ്സ് എടുക്കുക, ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക, സോഷ്യലി കണക്റ്റഡ് ആയിരിക്കുക. പ്രാക്ടീസ് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ്, റിലാക്സേഷൻ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ, ഗുഡ് ഫൈനാൻഷ്യൽ പ്ലാൻ വേണം. നമ്മുടെ ലാസ്റ്റ് ഡേ വരെ നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഈ പറഞ്ഞ ഒരു പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കണം. അതേപോലെ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഒരു പീസ്ഫുൾ ഹോം എൻവയറമെൻറ്റ് ഉണ്ടാക്കണം. ഒരു പോസിറ്റീവ് മെൻ്റൽ ട്രാങ്ക്വിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ പുതിയ പുതിയ ലാംഗ്വേജസ് പഠിക്കാം. ചില ലാംഗ്വേജസ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും ഒരു പോർഷൻ കൺട്രോൾ, ആവശ്യത്തിലധികം പോകരുത്, മിനിമം മാത്രം കഴിച്ചുകൊണ്ട് ഇൻ മോഡറേഷൻ, മിനിമലിസം കഴിക്കുന്നതിലാണേലും ഉപയോഗിക്കുന്നതിലാണേലും. പിന്നെ സ്റ്റേ കണക്റ്റഡ് ടു ഫാമിലി ആൻഡ് അവർ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ നമ്മൾ ഗ്രീൻ ആൻഡ് ഗാർഡനിങ്, തെറാപ്യൂട്ടിക് ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഹോബി. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഫോർഗീവ്നെസ്, നമ്മുടെ ഉള്ള ഹോബി നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോവുക. പിന്നെ
കൂടുതൽ നമ്മൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ പോവുക. കൾച്ചറൽ ഈവൻറ്റ്സ് നമ്മൾ പലതും എടുക്കുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് വീണ്ടും വീണ്ടും. അപ്പോൾ നമ്മൾ പ്രായമായതിനു ശേഷമാണെങ്കിലും പേഴ്സണൽ ഗോൾസ്, പിന്നെ വീണ്ടും നമ്മളെ ചലഞ്ച് ചെയ്ത് അടുത്തേക്ക്, ഒരു ഗോൾ കഴിയുമ്പം അടുത്ത ഗോളിലേക്ക് സെൻസ് ഓഫ് ഹ്യൂമർ എല്ലാ സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ യങ്ങർ ജനറേഷൻസുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുക. അവർക്കും പലതും കൊടുക്കാനായിട്ട്, പല അറിവുകളും കൊടുക്കാനായിട്ട്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ നമുക്കെപ്പോഴും ജോയ് കൂടുതൽ തരുന്ന ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കൂടുതൽ മാറാനായിട്ട് നോക്കണം. നമുക്ക് ഫോക്കസ് ഓൺ ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി എന്നുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനകത്ത്. പിന്നെ നമ്മുടെ ഈ ഏജിങ് ആയിട്ടുള്ള ജേണി യൂത്ത്ഫുൾ മൈൻഡോടുകൂടി നമ്മൾ എൻജോയ് ചെയ്ത്. അപ്പോൾ ഈ യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ വീണ്ടും യങ് ആയിട്ട്, പിന്നെ ഇത് കൂടാതെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ആൻറ്റി ഏജിങ് ആൻഡ് ഓൾവേസ് ബി യങ്, അപ്പോൾ നമ്മൾ ബിയോണ്ട് 100 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഏരിയാസ് റിസർച്ച് ചെയ്യുന്നുണ്ട്. അത് കാരണം ഫുഡും പ്രാക്ടീസസും എല്ലാ കാര്യങ്ങളും പേഴ്സണൽ സെക്സും എല്ലാം ഒത്തിരി വരുന്നതുകൊണ്ട് നമ്മൾ അത് വളരെ പ്രൈവറ്റായിട്ട് ലേണിങ്ങിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ലേണിങ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഒരു ഡേ ടു ഡേ സ്കെയിലോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. വളരെ ഇതിനെ കഴിഞ്ഞ് ഇതൊരു തുടക്കം മാത്രമായിട്ട് വളരെ ആഴത്തിലത് പോകാനുള്ള സൗകര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ടൈം ദാറ്റ് വിൽ ബി റെഡി. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് യങ് ആയിട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.